ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ജാതിക്കൈ വറുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ടാണ് വന്നേക്കുന്നത്. സോ നമുക്ക് പോയി പറിക്കാം. കൈ നിറച്ച് ചെളിയുണ്ട്. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ജാതിക്കായ വറുക്കാൻ വേണ്ടി പോവാം കേട്ടോ. ജാതിക്കായ. സോ നമുക്ക് എപ്പോഴും പറയുന്ന കാര്യം തന്നെ, ഇങ്ങോട്ട് നോക്കണം എന്നറിയാൻ പാടാത്തതുകൊണ്ട് തന്നെ കോങ്ങണ്ണ് പോലെ ഇങ്ങോട്ട് സ്ക്രീനിലേക്ക് വെക്കുമ്പോൾ കോങ്ങണ്ണും അങ്ങോട്ട് വെക്കുമ്പോൾ വേറെ നടുപോലെ. അപ്പോൾ അതങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നിറച്ചും കരിയിലകൾ വീണ് കിടക്കുന്നുണ്ട്. ജാതിക്കായ ഇടയ്ക്ക് മഴ പൊടിയുന്നുണ്ട്. പിന്നെ കൊതുകിന് തീരെ കുറവില്ലാത്തതുകൊണ്ട് നന്നായിട്ട് കടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹലോ, ഇന്നെ കൊണ്ടുപോണില്ലല്ലേ? അമ്മ ഒറ്റണ്ടാക്കണ സാധനം കണ്ട, ഇത് കാണണം കൊണ്ട് തന്നെ, ഇതിവിടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അന്യായ പേടിയാട്ടോ. ഇത് ചെതൽപ്പൊറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പണ്ട് ഞങ്ങൾ കസിൻസ് കൂടുമ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് എനിക്ക് പഞ്ഞേ പേടിയാണ്. ഇവിടെ പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ പാമ്പിനൊക്കെ കാണാറുണ്ട്. പാടടുത്താണ്. പാടന്തേ നമ്മുടെ തൊട്ടിപ്പുറത്താണ്. ആ കാണുന്നത് പാടാം. അപ്പം അതുകൊണ്ട് പാമ്പിന് ഇവിടെ തീരെ ശാമല പറക്കി കൂട്ടിയിട്ട് ജാതിക്കായിട്ട് എടുത്തുകൊണ്ട് പോകാൻ മറന്നുപോയി. പത്തിരിക്ക പോയി കണ്ട, അവിഞ്ഞു തുടങ്ങി. കൊതുക് കണ്ടോ, കാണാൻ പറ്റല്ലേ നിങ്ങൾക്ക്? കാണിച്ചു തരാം കേട്ടോ കൊതുകിൻ്റെ പ്രകടനം. ചോര കുടിക്കുകയാണ് എൻ്റെ. ഇതെന്താ കാണാൻ പറ്റാത്തേ? ഇപ്പം കാണാമല്ലോ. എൻ്റെ കൊതുകേ പോ കണ്ടോ, എന്തൊരു സാധനം നോക്കി. കറുത്ത് കാണുന്ന കായേ മരപ്പട്ടിയുടെ കാട്ടാന്നാട്ടോ അവിടെ പറയണേ. ഇത് മരപ്പട്ടിയുടെ കാട്ടല്ലേ ഇത്? ഓ, പനയുടെ കുരുവാണിത്. മരപ്പട്ടി തിന്നിട്ട് കാശിച്ചിട്ടാണതാ. മഴയായിരുന്നൊക്കെ അവിഞ്ഞു. എന്തിനാ മുങ്ങിയത്? നീ എന്തിനാ മുങ്ങി അവിടുന്ന്? ചെളി അപ്പിച്ചർക്കാൻ എന്തായാലും ഇനി അവനെ കുളിപ്പിക്കണം. തെണ്ടി തിരിഞ്ഞോ സ്കൂബി? നമ്മുടെ പാടത്ത് നടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്നൊക്കെ. ഇന്നലെ നട്ട് തീർന്നോളൂ. പുറത്തോട്ട് അങ്ങനെ കാണാൻ പറ്റില്ല, പക്ഷേ ഇപ്പുറത്തെ സൈഡ് കാണാൻ പറ്റും. കണ്ടോ, മെഷീനും കൊണ്ടാണ് നട്ടത്. ഇതാണ് കൊക്ക അവിടെ നിന്ന് എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതെ, നിറച്ചും ചെളി അവിടെ. നിൻ്റെ കൈമയും കാൽമയൊക്കെ ചെളിയാവും. അമ്മ കൊതുകടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പപ്പയുടെ ഷർട്ട് എടുത്തിട്ടാണെന്താ. എന്തുന്നാടാ നോക്കിക്കണേ പാടത്തേക്ക്? ഷൂബി മാമ ഒരെണ്ണം ഇതുമേ നീട്ടിയതാണ് നിങ്ങളെ കാണിക്കാൻ നിർത്തിയപ്പോഴേക്കും അത് പറഞ്ഞ് കയ്യിലിരുന്നു. ഫ്രഷാ. മഴയായതുകൊണ്ട് തന്നെ പകുതി ജാതിക്കൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. അല്ലേ ഷൂബി? എടുത്തേ വരണം. എടുത്തേടാ. അവൻ്റെ വള്ളി എൻ്റെ കൈമ കിടക്കണത്. മണ്ണ് ഇവിടെ ഇങ്ങനെ പൊന്തി വന്നേണ്ടോ. ഇതിൻ്റെ അടിയിൽ എർത്ത് പോകുമ്പോണ്ടാവേ നമ്മുടെ ഞാഞ്ഞൂള്. ഇവിടെ കണ്ട, ഈ ഞാഞ്ഞൂളാണ് ഇങ്ങനെ മണ്ണിനെ ഇങ്ങനെ മേലേക്ക് ആക്കണത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ ഫാർമേഴ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നുള്ളത്? എർത്ത് വാമ എന്ന് പറയണത്. അവർ ഫെർട്ടിലിറ്റി കൂട്ടുമെന്നും പിന്നെ എന്തുവാ മണ്ണിൻ്റെ ഇളക്കം കൂട്ടുമെന്നും അതൊക്കെ സംഭവം തന്നെ. സെയിം. കുടുങ്ങി എങ്ങനെ പോണേ? അവിടെ എന്തുന്നാണ്ടേ? പോട്ടെ, ഈ അമ്മ അവിടെ ചെന്നു. പോർക്ക പോളേ നീ. എന്നൊരു സാധനം എന്താണെന്നറിയാം? മഞ്ചാടി. സ്വന്തമായിട്ട് മഞ്ചാടി മരമൊക്കെ ഉള്ള ആൾക്കാരാണ്. പണ്ട് എന്തോരം പറിക്കണു, ഇപ്പം ആർക്കും വേണ്ട അതൊന്നും. തൂപിക്കാണ് നമ്മുടെ ചീവീരിൻ്റെ അസ്ഥി കൂടാട്ടോ. കണ്ട കുറേ ഉണ്ട്. ഇവര് മറ്റേ അസംബ്ലിക്ക് പോയാലേക്കണം. നിറച്ചുണ്ട് ഇതുമ്മേ, നിറച്ച അസ്ഥികൂടം. തൊട്ടാൽ പൊടിഞ്ഞു പോണ രീതിയിലുള്ള അസ്ഥികൂടം. ഇവിടെ ഇത് നോക്കിയോ, ഈ നിൽക്കണ മരമില്ലേ, ഇതാട്ടോ നമ്മുടെ മഞ്ചാടിയുടെ മരം. നല്ല രസമില്ലേ ഇതിൻ്റെ ഇല കാണാൻ? പണ്ട് കഞ്ഞി കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ മെയിനായിട്ട് കറി വെച്ചുകൊണ്ടിരുന്ന ഇലയാണത്. നമ്മുടെ ചേനയാട്ടോ, ചേന എൻ്റെ അത്ര ഉണ്ട്. പക്ഷെ നമ്മളിതൊന്നും പറിക്കാറില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പറിക്കാറുണ്ടോ? പറിക്കാറുണ്ട്. ചേനയുണ്ട്, തൊട്ടിപ്പുറത്ത് ചേമ്പുണ്ട്.
എനിക്ക് ഇതിൻ്റെ പേര് മാറിപ്പോവും. ഞാനിപ്പോഴും അമ്മയോട് ചോദിച്ചിട്ടാണ് പറയാം. പറക്കൽ ഒരുവിധം എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. വേറൊരു സാധനം കാണിച്ചു തരാം. അതാണ് ഞങ്ങളുടെ സ്വന്തം മുള്ളമ്പഴം, അല്ലെങ്കിൽ റംബൂട്ടാൻ. മീൻകറി പോലെ ഇട്ട് വെച്ച് ഇതിൻ്റെ പുളി മാറുമല്ലോ. ഒരു തവണ അച്ചാറിട്ട് നോക്കി, എന്നിട്ട് എന്ത് കാര്യമുണ്ട്. അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ വയറുവേദന പിടിച്ച്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതും കൊണ്ട് യാതൊരു ഉപകാരമില്ല. കിളികൾക്ക് തിന്നാം, അത്ര തന്നെ. നിറച്ചുണ്ടാവട്ടാ. നമ്മളിത് ഒരു തവണ വെട്ടി നിർത്തിയതാണ്. ഇവിടെ വെച്ച് വെട്ടി അങ്ങോട്ട് കുഞ്ഞിതാവെന്നും പറഞ്ഞ്. പക്ഷെ അത് പിന്നെയും വലുതായി, പിന്നെയും നമ്മളെക്കാളും വലുതായി. തെങ്ങിൻ്റെ അത്ര ഉണ്ട്. എവിടെ പോയി തെങ്ങ്? ഇത്ര ഉണ്ട്. അതേ എൻ്റെ ഉള്ളിൽ നിറച്ചും ഗപ്പി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചിലന്തി വലയാണേ. നിറച്ചും ഗപ്പി കുഞ്ഞുങ്ങളാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ജാതിക്ക വീണിട്ടുണ്ട്. വല പൊട്ടിപ്പോയി. നമ്മൾ മീൻ തിന്നാനായിട്ട് കൊടുക്കും. അനിയൻ പണ്ടൊരു ക്രേസിന് വേണ്ടി വളർത്തിയത്. ഇപ്പം നിറച്ചും ഗപ്പി കുഞ്ഞുങ്ങളായി. സാരിവാലൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ബാക്കിൽ കളറുള്ള സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. അങ്ങനെ ഇതുണ്ടോ മീൻ? പോണുണ്ടോ മീമി? നമ്മുടെ കുളത്തിൻ്റെ നടുക്ക് തന്നെ വലിയൊരു ഹോള് വീണേക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുളം മൊത്തത്തിൽ വൃത്തിയാക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മീനൊക്കെ പിടിച്ച് തീർത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ വിൽക്കാനായിട്ട് നമുക്ക് മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ വേഗം കഴിക്കുക, അത്ര തന്നെ. അങ്ങനെ അപ്പോൾ വല ക്ലീനാക്കിയപ്പോൾ കുറച്ച് കരിയില ഉള്ളിലേക്ക് വീണിട്ടുണ്ട്. വല അവിടെ ഇവിടെയും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ പൊട്ടലൊന്നുമില്ല, ചെറിയ പൊട്ടൽ. അങ്ങനെ ഞാനേ വീഡിയോ ഒരുപാട് ലോങ് ആക്കിയിരുന്നില്ല കേട്ടോ. കാര്യം ചിലപ്പോൾ കാണാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട്. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാനും അത്ര പ്രൊഫഷണലൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ലോങ് ആക്കിയാൽ നിങ്ങൾക്ക് കാണാനുള്ള ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ടാക്കി കൊണ്ടുവരും. ഇത് ഇന്നത്തെ ഹെയർ കെയറിനുള്ള സാധനമാണേ. മുതലിനെ ഞാൻ കുളിപ്പിക്കേണ്ടി വരും. മിനിങ്ങാന്ന് കുളിപ്പിക്കും. മിനിങ്ങാന്നല്ല, ഇപ്പോൾ ഒരു 4-5 ദിവസമായിട്ടുണ്ട്. ഈ ജാതിക്ക് വീണ് കിടക്കണോണ്ടാട്ടോ ഇങ്ങനെ കരിയിലിപ്പോൾ മഴ വീണോടെ തന്നെ നിറച്ച്. നമ്മുടെ കുക്കുംബർ ചീഞ്ഞു പോയി. കുക്കുംബറോ പീച്ചിലോ അങ്ങനെ എന്തോ സാധനം കേട്ടോ. അത് ചീഞ്ഞു പോയി. ഒത്തിരി പ്രതീക്ഷകൾ കൊണ്ടിരുന്നതാണ്. എന്ത് ചെയ്യാൻ, പോയില്ലേ. ഇതിൻ്റെ ഇല മുഴുക്കനുണ്ടല്ലോ. ഞാൻ ആ വീഡിയോ ഇട്ടില്ലേ, അതിൻ്റെ പിറ്റേൻ്റെ ദിവസം എൻ്റെ സ്നേഹനിധികളായ കോഴികൾ മൊത്തം തിന്നു കിടക്കണുണ്ടോ. ഒറ്റ ഇല പോലും ഇല്ല, മൊത്തം ഇല ഇവർ തിന്നു കളഞ്ഞു. ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുക. തിന്നടാ നീ, കൊത്തി തിന്നടാ നീ, ദുഷ്ട. ഇത്ര നാളവൻ ഒന്നും വേണ്ടായിരുന്നു. പാവം ഞാൻ 2 പച്ചക്കറി നട്ട് കഴിഞ്ഞപ്പോൾ ഒക്കെ നിങ്ങൾ തിന്ന് തീർക്കൂലേ അല്ലേ? അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ലവ് യു ഓൾ ആൻഡ് ടാറ്റാ.